നമസ്കാരം. ഗ്രാൻഡ് പാ സ്റ്റോറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അക്കിലസിൻ്റെ മരണശേഷം യുദ്ധം ഒരുവിധം മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഗ്രീക്ക് സൈഡിൽ നിന്ന് അക്കിലസ് മരിച്ചെങ്കിൽ ട്രോയ് സൈഡിൽ നിന്ന് അവരുടെ ഏറ്റവും ശക്തനായ പോരാളിയായിരുന്ന ഹെക്ടർ, പിന്നീട് മെമ്നോൺ, അങ്ങനെയുള്ളവരെല്ലാം മരിച്ചുപോയി. അപ്പോൾ ഒരു 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 ഡിസിസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു സാധനം രണ്ട് സ്ഥലത്തും ഇല്ലാതായി. രണ്ട് സൈഡ് ഏതാണ്ട് ഒരേപോലെ ബാലൻസ്ഡായി. അപ്പോൾ ഇങ്ങനെ പോയാൽ യുദ്ധത്തിന് ഒരു അറുതി ഉണ്ടാവില്ല, ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും തോന്നി. അപ്പോൾ ഗ്രീക്കുകാർ എന്ത് ചെയ്തു? ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. മീറ്റിംഗ് കൂടിക്കഴിഞ്ഞ് അവർ ഇതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ആരെങ്കിലും ശക്തനായ ഒരു പോരാളി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒഡീസിയൂസ് പറഞ്ഞു, അക്കിലസിന് ഒരു മകനുണ്ട്, നിയോടോളമി എന്നാണ് പേര്. കൗമാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ, എന്നാലും അച്ഛനെ പോലെ പ്രഗത്ഭനായ പോരാളിയാണെന്നാണ് കേട്ടിരിക്കുന്നത്. നമുക്ക് അയാളെ കൊണ്ടുവരാം. ഗ്രീക്കുകാരെല്ലാം സമ്മതിച്ചു. ഓക്കെ, ആയിക്കോട്ടെ. ആര് പോവും? പോകണമെങ്കിൽ പിന്നെ ആരാ പോകുന്നത്? ഒഡീസിയൂസ് തന്നെ പോകാൻ തീരുമാനിച്ചു. ഇവർ ഗ്രീക്ക് സേനയിലെ ഏറ്റവും വേഗമുള്ള ഒരു കപ്പലെടുത്തുകൊണ്ട് നേരെ കൈറോസിലേക്ക് തിരിച്ചു. അവിടെ ചെന്നിട്ട് വേണം നിയോടോളമിയെ കാര്യമൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പോൾ ട്രോയ്ക്കാരും വെറുതെ ഇരിക്കുമായിരുന്നില്ല. ഗ്രീക്കുകാരുടെ ഒരു കപ്പൽ ഫുൾ സ്പീഡിൽ വിട്ടുപോകുന്നത് അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ചാരന്മാരിൽ നിന്ന് അവർക്ക് മനസ്സിലായി, ഈ അക്കിലസിൻ്റെ മകനെ കൊണ്ടുവരാനായിട്ട് ഒഡീസിയൂസ് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവർ വിചാരിച്ചു, നമുക്കും അതുപോലൊരു സേനാനി ആവശ്യമാണ്, അതുകൊണ്ട് നമുക്ക് ആരെ കൊണ്ടുവരണം. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, നമുക്ക് യൂറോപ്പൈലസിനെ കൊണ്ടുവരാം. ആരെ യൂറോപ്പൈലസ്? യൂറോപ്പൈലസ് ഹെർക്കുലീസിൻ്റെ ചെറുമകനാണ്. ദേവതുല്യനായ മഹാശക്തിമാനായ ഹെർക്കുലീസ്, അദ്ദേഹത്തിൻ്റെ 12 പരാക്രമങ്ങൾ ഗ്രീക്ക് ഇതിഹാസത്തിൻ്റെ ഭാഗമാണ്. കൊച്ചുകുട്ടികൾ പോലും പാടി നടക്കുന്ന കഥയാണ്. അത്ര ധീരനായിരുന്ന ആ ശക്തനായിരുന്ന ഹെർക്കുലീസിൻ്റെ ചെറുമകനാണ് യൂറിപ്പൈലസ്. അയാളെ കൊണ്ടുവരണം തീരുമാനിച്ചു. പ്രിയാൻ രാജാവ് ഉടനെ ആളെ അയച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യൂറിപ്പൈലസിൻ്റെ അമ്മ പറഞ്ഞു, പ്രിയാൻ രാജാവിൻ്റെ അടുത്ത് ഒരു സ്വർണ്ണ മുന്തിരിയുണ്ട്, സ്വർണ്ണ ഇലകളും സ്വർണ്ണ മുന്തിരികളും കായ്ക്കുന്ന ഒരു മരമുണ്ട്, ഒരു ചെടിയുണ്ട് അയാൾക്ക്. അതെനിക്ക് തന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ യുദ്ധത്തിനയക്കാം, ഇല്ലാതെ നടക്കില്ല. മനസ്സില്ലാ മനസ്സോടെ പ്രിയാൻ രാജാവ് സമ്മതിച്ചു. യൂറിപ്പൈലസ് യുദ്ധത്തിനായിട്ട് ട്രോയിലേക്ക് എത്തി. അടുത്ത പ്രഭാതത്തിൽ ട്രോയ് സൈന്യത്തിൻ്റെ മുമ്പിൽ നിന്നത് യൂറിപ്പൈലസ് ആയിരുന്നു. മറ്റേ സൈഡിൽ മെൽനാവോസും അഗമെമ്നോണും നിന്ന് പട നയിച്ചു. പക്ഷേ ആദ്യത്തെ കുതിപ്പിൽ തന്നെ, അതായത് യൂറിപ്പൈലസിൻ്റെ ആ വരവ് തന്നെ ഒരു ഫുൾ ഇമ്പാക്റ്റുള്ള സാധനമായിരുന്നു. അതായത് ആദ്യത്തെ വരവിൽ തന്നെ ക്ഷണനേരം കൊണ്ട്, കുറച്ച് സമയം കൊണ്ട് തന്നെ നീറൂസ് എന്നുള്ള പടയാളിയല്ല പടത്തലവനെ അയാൾ വീഴ്ച്ചു. എന്നിട്ടോ യോദ്ധാക്കൾ എന്ത് ചെയ്യുമെന്നറിയോ? അവർ യുദ്ധത്തിൽ വധിക്കുന്ന ധീരന്മാരായ ആൾക്കാരുടെ, പടയാളികളുടെയൊക്കെ ഈ തലപ്പാവും പടച്ചട്ടയും ഒക്കെ ഊരിയെടുത്തുണ്ട്. അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, അത് ട്രോഫിയാണ്. അതിങ്ങനെ പ്രദർശിപ്പിക്കാൻ, എന്താ ഞാൻ ഇന്ന യുദ്ധത്തിൽ കൊണ്ട ഇന്ന ആളുടെ എന്ന് പറഞ്ഞ് പ്രദർശിപ്പിക്കാനാണ്. ഇതുപോലെ നീറൂസിനെ വധിച്ച ശേഷം യൂറിപ്പൈലസ് ഇയാളുടെ പടച്ചട്ട ഊരാനായിട്ട് കുനിഞ്ഞ തക്കം നോക്കി മാക്കിയോൺ എന്ന് പറയുന്ന ഗ്രീക്ക് സേനയിൽപ്പെട്ട, ഓർമ്മയില്ലേ പുള്ളി? അവിടുത്തെ ഡോക്ടറൊക്കെ ആണെന്ന് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ് പുള്ളി. ഇയാളൊരു കുന്തം ഈ യൂറിപ്പൈലസിൻ്റെ ഇടത്ത കൈയിലേക്ക് കുത്തി താഴ്ത്തി. യൂറിപ്പൈലസ് തിരിയുന്നതിന് മുമ്പ് മാക്കിയോണൊരു വലിയ പാറയെടുത്ത് അയാൾക്കൊരു ഏറും വെച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും യൂറിപ്പൈലസിന് പിന്തിരിക്കാൻ സാധിച്ചില്ല. അയാൾ ആ കുന്ത ഊരി എടുത്തുകൊണ്ട് മാക്കിയോണിൻ്റെ നെഞ്ചിലേക്ക് തറച്ചു. മാക്കിയോൺ
തൽക്ഷണം മരിച്ചു. യുദ്ധം വീണ്ടും ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് വരികയാണ്. യൂറിപ്പൈലസിൻ്റെ ഇടത്തും വലത്തും നിന്നുകൊണ്ട് പാരീസും ഈനിയാസും നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ യുദ്ധം ചെയ്ത് അഗമെമ്നോൻ്റെയും മെൽനാവൂസിൻ്റെ അടുത്ത് വരെ എത്തി. അവരെ വീഴിച്ചു കഴിഞ്ഞാൽ യുദ്ധം തന്നെ തീർന്നു അല്ലേ? അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്ക് എങ്ങനെ ഇവരെ രക്ഷിക്കണം എന്നുള്ള സ്ഥിതിയായി. അപ്പോൾ ട്യൂസർ എന്ന് പറയുന്ന ഒരു വലിയ പോരാളി ഉണ്ടായിരുന്നു ഗ്രീക്കുകാരുടെ കൂടെ. അയാൾ എന്ത് ചെയ്തു? അയാളൊരു അസ്ത്രം എറിഞ്ഞിട്ട് ഈ പാരീസിൻ്റെ തുടയിലാണ് കൊണ്ടത്. അപ്പോൾ തുടയിൽ ഇത് അസ്ത്രം തറച്ചുകൊണ്ട് പാരീസ് കുറച്ച് പിന്നോട്ട് മാറി. പാരീസ് പിന്നോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഈ ട്യൂസർ എന്ത് ചെയ്തു? ഒരു വലിയ കല്ലെടുത്തിട്ട് യൂറിപ്പൈലസിന് ഒരു എറിവ് വെച്ചു കൊടുത്തു. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് കുന്തം തെറിച്ചുപോയി. തെറിച്ചു പോയ കുന്തം എടുക്കാനായിട്ട് ഇയാൾ തിരിഞ്ഞു. ആര്? യൂറിപ്പൈലസ്. അപ്പോഴേക്കും അവർക്ക് ഈ മെൽനാവൂസിനും അഗമെമ്നോനും കുറച്ച് സാവകാശം കിട്ടി. അവരെ രണ്ടുപേരെയും ഗ്രീക്ക് സേന രക്ഷിച്ചുകൊണ്ട് പിന്നോട്ട് മാറി. ഇല്ലെങ്കിൽ അന്നത്തോടുകൂടി കഴിഞ്ഞേനെ പരിപാടി. ഏതായാലും വൈകുന്നേരം ആയപ്പോൾ അന്നത്തെ യുദ്ധം അവസാനിച്ചു. ഗ്രീക്കുകാർ വളരെ സങ്കടത്തിലായിരുന്നു. കാരണം മാക്യോൺ മരിച്ചു പോയിരിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ഡോക്ടർ. അത് മാത്രമല്ല, ഇവിടുന്ന് ട്രോയ് സൈന്യത്തിൽ യൂറിപ്പൈലസ് എത്തിയിരിക്കുന്നു. അയാളാണെങ്കിൽ നമ്മളെങ്ങനെ നിരന്തരം തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ സ്ഥലത്തും. നമുക്ക് വേണ്ടിയിട്ട്, ഗ്രീക്കുകാർക്ക് വേണ്ടിയിട്ട് നിയോട്ടോളമിയെ കൊണ്ടുവരാൻ പോയ ഒഡീസിയൂസിനെ ഒരു വിവരം കിട്ടിയില്ല. അതിന് എന്തു ചെയ്യും? അവരങ്ങനെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. എന്തു പറ്റി ഈ നിയോട്ടോളമിയെ കൊണ്ടുപോകാൻ പോയ കപ്പലിന്? എന്തുകൊണ്ടാണ് ഇവർ ഇതുവരെയും തിരിച്ചു വരാത്തത്? നാളെ പറയാം. നമസ്കാരം.